പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുപ്രഭാതം വരദീകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിലെ ഒരു പ്രധാന എക്സർസൈസ്, ആത്മീയ അഭ്യാസം, അരമണിക്കൂർ വചനം വായിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ഒരു 20 മിനിറ്റ് വചനം വായിച്ചിട്ട് 20 മിനിറ്റ് നിങ്ങൾ 10 മിനിറ്റെങ്കിലും വെറുതെ കൂളായിട്ടിരിക്കണം. മനസ്സിനെ കാം ഡൗൺ ചെയ്ത് കൂളായിട്ടിരിക്കണം. ഇങ്ങനെ എല്ലാ വിഷയം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഭാഷകൻ പറയരുത്, നിങ്ങൾ എടുത്തു ചാടി മറുപടി പറയരുത്, മനസ്സിനെ ഏകാഗ്രമാക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഈ പ്രഭാഷകൻ 11:8 വചനങ്ങളും അതിൻ്റെ പരിസരത്തുള്ള വചനങ്ങളൊന്ന് വായിക്കേ. പ്രഭാഷകൻ 11-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. പ്രഭാഷകൻ പറയുന്നത് 7. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്കു കയറി പറയരുത്. വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടരുത്. പാപികളുടെ വിധിതീർപ്പിൽ പങ്കാളിയാകരുത്. അതായത് ഇതിൻ്റെ അകത്ത് വിഷയം വെച്ച് കഴിഞ്ഞാൽ പല വിഷയങ്ങളും. ഇപ്പം ഞാൻ എപ്പോഴും അമ്മയെ കാണുമ്പോഴേ അമ്മയുടെ മനസ്സില്ലേ, അമ്മയുടെ മനസ്സ് പറയാൻ വേണ്ടി എപ്പോഴും ബൈബിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് എല്ലാ വിഷയങ്ങളും. അപ്പോൾ അവിടെ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. എടുത്തയാടി മറുപടിയില്ല. പിന്നെ എന്തെങ്കിലും ഇല്ലാത്തത്, കേൾക്കുന്നതിന് മുമ്പ് മറുപടിയില്ല. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പിന്നെ ആദ്യം ആലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. അപ്പം ഇതിനെല്ലാം കൂടി എടുത്തിട്ടാണ് ഒരു മരിയൻ ബിഹേവിയർ ഫോം ചെയ്യണത്. എന്താണ് ഇതിൻ്റെ കണ്ടൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കണ്ടൻറ്റുകൾ. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഹൃദയത്തിലേക്ക് ഇപ്പം നമ്മൾ ഈ മരുന്നൊക്കെ വായിക്കത്തില്ലേ, പക്ഷേ ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ്റെ ഇഞ്ചക്ഷനൊക്കെ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ പോളിയോയുടെ ഇഞ്ചക്ഷൻ തന്നെ എടുത്താലും അപ്പോൾ ഗവൺമെൻറ് ഓർഡർ ഇടും, നാളെ പോളിയോയുടെ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പോളിയോയുടെ ഇഞ്ചക്ഷൻ ആ ദിവസം പോളിയോ ഇഞ്ചക്ഷൻ കഴിയണവരെ ആ വാക്സിൻ ആ സ്ഥലത്ത് കറണ്ട് പോകത്തില്ല. എല്ലാ ഫ്രിഡ്ജും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കറണ്ട് അവിടെ കൊടുക്കും. അതെന്താ കാര്യം? എല്ലാ മരുന്നിലും എഴുതിയിട്ടുണ്ട്, കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ആ ഹൃദയത്തിൽ മറിയത്തിൻ്റെ ഹൃദയം ഒരു കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസാണ്. അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകത്തില്ല. എന്തിനാണ് ഈ ഡാർക്ക് പ്ലേസിലൊക്കെ വെക്കുന്നത്? കൂളായിട്ടുള്ള സ്ഥലത്ത്. ഹീറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ വൈറസിൻ്റെ ആൻറ്റി ബാക്ടീരിയയൊക്കെ ഉള്ള നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കത്തില്ലേ, അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കെമിക്കൽ മോളിക്യൂള് ഈ മരുന്നിലുണ്ട്. പക്ഷേ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂലകത്തിന് തന്മാത്ര ചേഞ്ച് വരും. അത് വേറെ ഒരു സാധനമായിട്ട് മാറും. അതുകൊണ്ടാണ് കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. മരുന്ന് മാറിപ്പോവും. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്പിരിൻ എന്നും പറഞ്ഞൊരു മരുന്നില്ലേ, അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ അതിന് ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ തന്മാത്ര ചേഞ്ച് ചെയ്തിട്ട് 2 ആസിഡായിട്ട് മാറും.
ഒന്ന് ഈ ത്വക്ക് രോഗത്തിനൊക്കെ പറ്റുന്ന സാലിക്ലിക് ആസിഡ്, രണ്ടാമത്തത് വിനാഗിരിയായിട്ട് മാറും. ആ കെമിക്കൽ ചേഞ്ച് വരും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ നടക്കത്തില്ല. ഇതാണ് കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസിൻ്റെ വിഷയം. നമ്മുടെ ബിഹേവിയറിൽ എപ്പോഴും ഈ കൂൾ ആൻഡ് ഡാർക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും എല്ലാവരോടും പറയാനുള്ളതല്ല, കുറച്ച് ഡാർക്ക് ഉണ്ടാകണം. എല്ലാ കാര്യവും എല്ലാവരും അറിഞ്ഞാലേ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ചില സമയത്ത് അവർക്ക് ഇപ്പോൾ ചിലർ പൊട്ടന്മാരാണെന്ന് നമ്മൾ പറയണേ, അവർക്ക് എങ്ങാനും ചെവി കേൾക്കാമെങ്കിൽ എന്തുമാത്രം അടി നടന്നേന്. ഇന്നിപ്പോൾ ചിലർ പൊട്ടന്മാരാകണമെന്നല്ല ഞാൻ പറയണത്. അതായത് ചില കാര്യങ്ങൾ ചില സമയത്ത് അറിയാൻ പാടില്ല. അതാണ് ഡാർക്ക് പ്ലേസ് എന്ന് പറയണത്. അതറിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്കൊരു പിടിയും കിട്ടത്തില്ല. അതുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റണേ ഹൃദയത്തിൽ. അമ്മ പറഞ്ഞത് എന്താണ്? മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെ വേറെ ആരോടും പറഞ്ഞില്ല. കാര്യം വീട്ടിൽ പറഞ്ഞില്ലെന്നാണ് ഈ പറയണത്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യവും, അതായത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ആൾക്കാർ സംസാരിച്ചാണ് ദൈവമായിട്ട് അകന്നു പോണത്. സംസാരിച്ചാണ് അകന്നു പോണത്. കാര്യം ഇപ്പം ചില ആൾക്കാർ ഉടമ്പടിയിൽ നിന്ന് ആ വിശ്വസ്തത പോണ എങ്ങനെയാണ്? ചില ദൈവമായിട്ട് എതിര് സംസാരം നടത്തും. വെച്ചാൽ അയ്യോ ഞാൻ 3 നീലത്തിരി കത്തിച്ചല്ല, എന്നിട്ടും എനിക്ക് വിസ പ്രോസസ്സ് ആയില്ല, ഇതെന്ത് പ്രാർത്ഥനയാണെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർ വാ പൊളിച്ച് പണി മേടിക്കും. കാര്യം ചിലപ്പോൾ ദൈവം നാളെ ചെയ്യാനിരുന്ന കാര്യമായിരിക്കും. ഇതിനേക്കാളും നല്ലൊരു ടൈമിൽ നിനക്ക് എയർ ടിക്കറ്റ് എടുത്ത് നിനക്ക് കറക്റ്റ് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി ദൈവം കരുതി വെക്കുമ്പോഴാണ് നിൻ്റെ സ്വന്തം സ്വഭാവം കൊണ്ട് ദൈവാനുഗ്രഹത്തിനെതിരെ നീ വാപൊളിക്കണത്. അതുകൊണ്ട് വാപൊളിപ്പ് കുറക്കണമായിരിക്കും എപ്പോഴും നല്ലത്. കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. ഇനി അമ്മ ചില കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പോൾ ഇടയന്മാർ ഒക്കെ അമ്മയെ വന്ന് പെറ്റുനിറഞ്ഞ് കണ്ടല്ലേ, എന്തോ ഒരു നാണക്കേടാ. എന്തൊരു സുന്ദരമായ ജീവിതത്തിൽ കുടുംബത്തിൽ പെറ്റിരുന്നെങ്കിൽ എന്തോ ഒരു അംഗീകാരവും സമ്മാനങ്ങളും ആൾക്കാരുടെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ കിട്ടും. ദൈവം എന്നോടിത് ചെയ്തല്ല എന്ന് വേണമെങ്കിൽ ഈ ഇടയന്മാർ വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു വാക്ക് പറയാമായിരുന്നു. ഈ രാത്രി വെള്ളവുമില്ല, അശബ്ദാനം കാണാനില്ല, എന്തൊരു ദുരിതമാണ്, ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾക്ക് മഴയും വന്നല്ല, അയ്യോ ഞാൻ അന്നേ പറഞ്ഞതാണ് വേലി കെട്ടണമെന്ന്, ഞാൻ അന്നേ പറഞ്ഞതാണ് ആ ഓട് മാറ്റണമെന്ന്, ഇവിടെ എന്തെല്ലാം ആൾക്കാരുണ്ട്, ഇത് ഒരു മനുഷ്യൻ കേട്ടില്ല, ഇപ്പം എങ്ങനെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പെയ്തും പെരക്കും ഭ്രാന്തികളെപ്പോലെ ചില ആൾക്കാർ മഴ വരുമ്പോൾ പെരക്കിട്ട് ഓടി നടക്കണില്ലേ. അപ്പോൾ ഈ സംഭവം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മിണ്ടാതിരുന്ന് പ്രെയർ ചെയ്യേണ്ട വിഷയമാണിത്. നടന്നില്ല, ഓക്കെ, അതിൻ്റെ പേരിൽ നമ്മൾ പ്രാന്തെടുത്താൽ വീണ്ടും നമുക്ക് കീപ്പ് ഇറ്റിനെ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്നുള്ള ഹീറ്റ് ആകാവുന്ന വല്ല മാർഗം ഉണ്ടാകും. പിന്നെ ലൈറ്റ് ആൻഡ് ഹീറ്റ് കയറി വരികയല്ലേ, അപ്പോൾ നമ്മുടെ മോന്ത തെളിയത്തില്ല. പിന്നെ അത് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ കയറി വാക്കത്തേക്ക് പിടിച്ച് ഇല്ലാത്ത ഇഷ്യൂ സന്ധിക്കുമ്പോൾ അടി പ്രവാസത്തിലേക്ക് ഉണ്ടാകും. ചിലപ്പോൾ അന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. അതാണ് ഈ പ്രഭാഷകൻ പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ആദ്യം കേട്ടാൽ മറുപടി കുറച്ച് കാര്യം ഡാർക്കിൽ വെക്കണം. സീൻ ഡാർക്കായെന്നൊക്കെ ചിലതൊക്കെ അങ്ങനെയല്ല, കുറച്ച് കാര്യം മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ട സമയം അല്ലെങ്കിൽ അവർ അറിയേണ്ട വിഷയം അല്ലെങ്കിൽ നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എന്തുമാത്രം ലക്ഷക്കണക്കിന് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ആരും എൻ്റെ കൂടെ ഉള്ളവർക്ക് പോലും എന്താണെന്ന് പോലും ഒരു പിടിയും കിട്ടത്തില്ല. കാര്യം പ്രൊഫഷണലായിട്ട് നമ്മുടെ ജോലി അതാ. ഇതുമാത്രം മനുഷ്യരെ ഹൃദയം തുറക്കണതാണ് നമ്മുടെ പ്രൊഫഷണൽ ജോലി അതാ. ചിലപ്പോൾ അവർ എന്നോട് പറഞ്ഞതിന് അവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ബന്ധം ഉണ്ടാകത്തുള്ളൂ. അവരുടെ മറ്റുള്ള ആൾക്കാർ എന്നുമായിട്ട് എന്നെക്കണം നല്ല പ്രവർത്തന ബന്ധങ്ങളും ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. അത് ഡാർക്ക് പ്ലേസ്. എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ഈ പ്രഭാഷകൻ നമ്മൾ വായിച്ച 11:7 തൊട്ടുള്ള വചനങ്ങൾ എടുത്ത് ചാടി മറുപടി പറയാതിരിക്കുക. പ്രഭാഷകൻ 11:7 അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പ്രഭാഷകൻ 5:11 കൂടി വായിച്ചു. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനം കാട്ടണം. ഒരു സ്പേസ് ഇടണം, അല്പം ശാന്തമായിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് അവരോട് പറയാവുന്നത് മാത്രമേ അവരോട് പറയേണ്ട കാര്യമുള്ളൂ. അത് എഡിറ്റ് ചെയ്ത് പറയണമെന്ന്. ഇപ്പം കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. പ്രത്യേകിച്ച് വചനവും ജീവിതവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
പ്രത്യക്ഷീകരണ അൾത്താരയിൽ ഞങ്ങളെ സാക്ഷിയാക്കിയതിന് ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ജോൺസൺ, എടക്കുന്ന് സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2019 മെയ് 9 അന്ന് ഞാൻ ആദ്യമായിട്ട് ഈശോയുടെ മുന്നിൽ ഇതെൻ്റെ മകള് ആൽഫിയ ജോൺസൺ. അവൾ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടിയിൽ ഈശോയുടെ മുന്നിൽ വെച്ചിരുന്ന കാര്യം എൻ്റെ മക്കൾ ഈശോയിൽ വളർന്ന് നല്ല ദൈവാനുഗ്രഹമുള്ള മക്കളായിട്ട് വളരണേ എന്നായിരുന്നു. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി ഞാൻ വെച്ചിരുന്ന കാര്യം ഞങ്ങളുടെ പാർട്ടീഷനെ പറ്റിയായിരുന്നു. ഞങ്ങൾ 8 വർഷമായിട്ട് പാർട്ടീഷൻ എന്ന് പറഞ്ഞെങ്കിലും അത് ഞങ്ങൾക്ക് നടത്താൻ പറ്റണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ 3 പ്രാവശ്യം ഞങ്ങളുടെ അളവ് നടന്നു. പക്ഷേ ഒരിക്കലും അത് രജിസ്ട്രേഷനിലേക്ക് എത്തിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ മാതാവിൻ്റെ ഒരു പത്രം ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടുകയും ഞാനത് ആദ്യത്തെ ദിവസം പള്ളിയിൽ ചെന്നപ്പോൾ എനിക്കത് കൊടുക്കണം കണ്ടെങ്കിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് അത് കിട്ടുകയും ഞാനത് വായിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ ദിവസമൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതിയത് ഇങ്ങനെ 2 കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത് നടക്കണേൻ്റെ 8 വർഷമായിട്ട് നടക്കാണ്ടിരുന്ന ആ ഉടമ്പടി ഞാൻ 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പാർട്ടീഷൻ നടക്കുകയും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എൻ്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് നടന്നു കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വലിയ ഒരു വിഷമമായിട്ട് നിന്നിരുന്ന ആ പാർട്ടീഷൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നടന്നു കിട്ടി. അതിനുവേണ്ടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉപ്പും തേനും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി അമ്മച്ചിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. അവിടെ അതുപോലെ ഞാൻ ആ ഉപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ സ്ഥലത്തും വീട്ടിലൊക്കെ ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തൈലം കൊണ്ടുപോയും ഞങ്ങളെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നാണ് പ്രാർത്ഥന ചെല്ലുക. അപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെയും നെറ്റിയിൽ പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വിശ്വാസ പ്രമാണം ദിവസവും ഞങ്ങൾ ആ സ്ഥലത്തൊക്കെ പോയി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ പാർട്ടീഷൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു വീട്, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീടായിരുന്നു. ഞങ്ങളുടെ മക്കളുടെ പുസ്തകങ്ങൾ ഒതുക്കി വയ്ക്കാൻ പോലും ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തൊരു കൊച്ചു വീടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു വീട് ഞങ്ങൾക്ക് നല്ലത് വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പലപ്പോഴും പരിശ്രമിക്കേണ്ടെങ്കിലും ഞങ്ങൾക്കത് തുടങ്ങാനോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഞങ്ങൾക്ക് പറ്റണ്ടായിരുന്നില്ല. ഞങ്ങൾ പലയിടത്തും സ്ഥലങ്ങൾ പോയി കാണാൻ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കേണ്ടായിരുന്നില്ല. അങ്ങനെ പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ വീട് പണി തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു അത് അന്ന് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചത് തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ അത് ആലോചിച്ച് മെയ് മാസത്തിൽ തന്നെ ഞങ്ങളുടെ വീടിന് കല്ലിടാൻ ഞങ്ങൾക്ക് പറ്റി. അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ വീടിന് കല്ലിട്ടു. മെയ് മാസത്തിൽ കല്ലിട്ട വീട് ജനുവരി 16 ആയപ്പോഴത്തേനും ഞങ്ങളുടെ വീട് താമസമായിരുന്നു ജനുവരി 16. അതിന് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് പണിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എല്ലാ ദിവസവും പോയി വിശ്വാസ പ്രമാണവും ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ആ മുറികളുടെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് ഞങ്ങൾ വിശ്വാസ പ്രമാണവും ചൊല്ലും, എത്രയും നല്ല മാതാവ് ചൊല്ലും. മാതാവിനോടും ഔസപിതാവിനോടും ഈ വീടിൻ്റെ മധ്യസ്ഥരായിട്ട്, ഈ വീടിൻ്റെ കാവൽക്കാരായിട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വീട് പണി അത്രയും ഭംഗിയായിട്ട് നടന്നത്. ആ വീട് പണി നടന്നപ്പോൾ ഞാൻ മോനോട് പറയും, സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോയിരുന്നത് മോനാണ്. അപ്പോൾ അവനെ ഓരോ കടയിലും പോയി സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ച് വരുമ്പോൾ ഞാൻ പറയും, മോനെ വീടിൻ്റെ ബാക്കി ഭാഗമൊക്കെ എങ്ങനെയായിരുന്നാലും മമ്മിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം മമ്മിക്ക് നിർബന്ധമുണ്ട്, നമ്മുടെ വീടിൻ്റെ രൂപക്കൂടിയിരിക്കുന്ന അൾത്താരയുടെ ഭാഗം ഏറ്റവും ഭംഗിയായിട്ടുള്ളത് മമ്മിക്ക് വേണം. അവിടെയാണ് മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം ഏറ്റവും സുന്ദരമായിട്ടിരിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് വെഞ്ചിരിപ്പിന് വന്ന എല്ലാവരും ആ വീടിൻ്റെ അൾത്താര കണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് അത് ഫോട്ടോ എടുത്ത് കൊണ്ടുപോകാനും, അതുപോലെ വീട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ തന്നേന്ന് ഞങ്ങളോട് ചോദിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. കുറേ പേര് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ പ്ലാനൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ സുന്ദരമായ ഒരു വീട് ഞങ്ങളുടെ ഈശോ തരാനായിട്ട് ഇടയായി. അത് ഞങ്ങൾ അമ്മോടും ഈശോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ കിട്ടിയതാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം
അത്രയും പറ്റാതെ കിടന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് 15 വർഷമായിട്ട് നടക്കാതിരുന്നതാണ്. ഞങ്ങൾ ഉടമ്പടി വെച്ച് ഉടനെ എന്ന് പറഞ്ഞോണം ഞങ്ങൾക്കിത് ചെയ്ത് കിട്ടാനായിട്ട് ഇടയായത്. അതുപോലെ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ റേഷൻ കടയിൽ ജോലി ചെയ്യണ ഒരാളാണ്. അപ്പോൾ അവിടെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അലർജിയും ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാൻ ഡോക്ടറെ പോയി കാണും, മരുന്ന് കഴിക്കും. മരുന്ന് എന്ന് നിർത്തണോ അപ്പം തന്നെ എന്ന് പറഞ്ഞോണം അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വീണ്ടും ശ്വാസം മുട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിക്കേണ്ടായിരുന്നു. ഉറങ്ങാൻ പറ്റില്ല. 5 വർഷമായിട്ട് എനിക്കിത് ഞാൻ കൊണ്ടു നടക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു വിധത്തിലും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. രാത്രിയൊക്കെ ഞാൻ എനിക്ക് നടന്നൊക്കെ നേരം വെളുപ്പിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് നടക്കുമ്പോഴും മാതാവിനോട് ഞാൻ പറയും, മാതാവേ എന്നെ കാക്കണം കേട്ടോ, എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ കൊന്തയൊക്കെ ചെല്ലിയാണ് ആ നേരത്ത് വേലും നടക്കുക, ശ്വാസം വലിക്കാൻ പറ്റണില്ലെങ്കിലും. അതുപോലെ ഞാൻ മോളോട് പറയും, മക്കളെന്നോട് പറയായിരുന്നു എൻ്റെ ശ്വാസം മുട്ടിൻ്റെ ശക്തി. അമ്മ ഫസ്റ്റ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ശ്വാസം മുട്ടിൻ്റെ സൗണ്ട് എനിക്ക് അടുക്കളയിൽ കേൾക്കാമല്ലോ അമ്മയെന്ന് പറയും. അതുപോലെ വീട്ടിലെ പണികൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. കാരണം ഈ ശ്വാസം മുട്ടായിട്ട് ഞാൻ ഉറക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് അവരോട് ദേഷ്യപ്പെടാണെന്ന് തോന്നിയിട്ട് ആൾക്കാർ എന്നെ വഴക്ക് പറഞ്ഞു പോയാണ് അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ കുറച്ച് നാളുകൾ ഒരു ജൂൺ 6 ജൂൺ മാസം തുടങ്ങി എനിക്ക് ഒരിക്കലും ശ്വാസം മുട്ടുണ്ടായിട്ടില്ല. അതുപോലെ ചൂട് കൂടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ട് ഭയങ്കരമായിട്ട് കൂടും. ചൂട് കൂടുന്നതിനനുസരിച്ച് ശ്വാസം മുട്ട് കൂടുന്ന ഒരവസ്ഥയായിരുന്നു. ഈ വേനൽക്കാലത്തൊന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ആശുപത്രി പോകേണ്ട വന്നിട്ടില്ല, മരുന്ന് കഴിക്കേണ്ട വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത്രയും എൻ്റെ മാതാവ് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് ഉറങ്ങാം, വീട്ടിലെ ജോലികൾ ചെയ്യാം, കിടപ്പായ അമ്മച്ചീനെ നോക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും, ബെഡ് റിഡനായിട്ട് കിടക്കുന്ന അമ്മച്ചിയാണ്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ആരോഗ്യം എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് എന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് പറ്റി. അതുപോലെ എൻ്റെ മോൾക്കും ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മോളുടെ കാര്യങ്ങൾ മോള് തന്നെ പറയും. എൻ്റെ പേര് ആൽഫിയ. ഞാൻ 2025 ഒക്ടോബർ 2-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 2025 ജൂലൈ ലാസ്റ്റ് വീക്ക് തുടങ്ങി എനിക്ക് ബോഡി ഫുള്ള് ഉച്ച മുതൽ ഉള്ളംകാല് വരെ എന്ന് പറയുന്ന പോലെ എനിക്ക് ചൊറിച്ചിൽ വരും. മേല് ഫുള്ളും പൂച്ചമാന്തി പോലെ തടിച്ച് പൊന്തും. പിന്നെ ഇത് ഭയങ്കര പ്രശ്നമായി വന്നു കഴിയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടായിട്ട് അത് മാറി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് മറ്റേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ സാധാരണ നോർമൽ അലർജിയുടെ ഒരു മെഡിസിൻ തന്നു. അലർജിയുടെ മെഡിസിൻ കഴിക്കും, അതിൻ്റെ ഡോസ് കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് ഇതുപോലെ തന്നെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി വന്ന് എടുത്ത് എനിക്ക് ഇവിടുന്ന് ഉടമ്പടി തൈലം കിട്ടി. ഞാനത് യൂസ് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഉപ്പ്, തേൻ, ഇതെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി യൂസ് ചെയ്തു. അതിൻ്റെ ഇതായിട്ട് എനിക്കിപ്പോൾ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ തടിച്ച് പൊന്തയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് ഒരു ദിവസം നൈറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അരയ്ക്ക് താഴെ വേദന തുടങ്ങി. അത് രാത്രിയായപ്പോൾ ഫുൾ നീരായി. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയി വന്നു, എൻ്റെ മെയിൻ കാര്യങ്ങൾ ഞാൻ ചെയ്തു. എനിക്ക് പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റണില്ല, ഫുൾ നീരായിട്ട്. അങ്ങനെ ഞാൻ വേറെ മെഡിസിനും കാര്യങ്ങളൊന്നും എടുത്തില്ല. വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മാക്സിമം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ പറയാണ്ട് എനിക്ക് ഉടമ്പടിയുടെ തൈലം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലി, എനിക്ക് പെയിൻ കൂടുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അന്ന് ഫുള്ളും ബെഡിൽ തന്നെയായിരുന്നു. ഞാൻ കൊന്തെത്തിക്കും, പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടു. അങ്ങനെ അന്ന് നൈറ്റും എനിക്കിതുപോലെ തന്നെ ബോഡി ഫുള്ളും നീര് തന്നെയാണ്. അപ്പം ഞാൻ അന്ന് രാത്രി കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത്, എൻ്റെ മാതാവ് ഞാൻ എങ്ങനെ നാളെ പള്ളിയിൽ പോവും, ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാണ്ട്. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് എഴുന്നേറ്റു. എനിക്ക് എൻ്റെ ബോഡിയിൽ നീരില്ല, പെയിനില്ല, ഒന്നുമില്ല. എൻ്റെ മാതാവ് എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് മമ്മിയുടെ ഒപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് പോവാറുണ്ട്. അപ്പോൾ ഞാൻ 2020 ആണ് എൻ്റെ ഡിഗ്രി
കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ വന്ന് മാർച്ച് മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോനോട് എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി വന്നിട്ടുണ്ടായിരുന്നു, ബിസിനസ് ലോ. അപ്പോൾ അത് ഞാൻ എല്ലാ പ്രാവശ്യവും പഠിച്ച് എഴുതാറുണ്ട്. 2021 അതിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ വേറൊരു കോഴ്സ് ചെയ്യേണ്ടായിരുന്നു. ആ ടൈമിൽ എക്സാം വന്നു. അപ്പം ഞാൻ ഒരു 3 പ്രാവശ്യം എക്സാമിന് പഠിച്ചാണ് എക്സാം എഴുതിയത്. ഈ 3 പ്രാവശ്യം എനിക്ക് സപ്ലി അടിച്ചു. അത് കഴിഞ്ഞ് 4ാമത്തെ തവണ നമുക്ക് ലാസ്റ്റ് കോളേജിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് എക്സാം പാസ്സായില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതണം. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റത്തെ എക്സാമാണ്, ഞാനിത് എഴുതില്ലെങ്കിൽ പാസ്സായില്ലെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതത്തില്ല, ഡിഗ്രി പോയി എന്ന് തന്നെ വിചാരിച്ചോട്ടെ, ഞാൻ എഴുതത്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞു. അമ്മ അന്ന് ഉടമ്പടിയിലായിരുന്നു. അമ്മ എനിക്ക് ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ വസ്തുക്കളൊക്കെ തന്നാണ് എന്നെ എക്സാമിന് വിട്ടത്. ആ എക്സാമിന് ഞാൻ ജസ്റ്റ് ബുക്ക് കാര്യങ്ങളും വായിച്ചു വിട്ടു, അല്ലാണ്ട് ഞാൻ പഠിച്ചു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. പോവാണെങ്കിൽ പോവട്ടെ അങ്ങനത്തെ ഒരു മൈൻഡായി പോയായിരുന്നു എനിക്ക്. കാര്യം നമ്മൾ പഠിച്ചിട്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഈ വായിച്ചത് ഞാൻ ആ ദിവസങ്ങൾ വായിച്ചതിന് മാത്രമാണ് എനിക്ക് എക്സാമിന് വന്നത്. അതെനിക്ക് കൃത്യമായിട്ട് മാതാവ് വെളിപ്പെടുത്തി തന്നു, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞ്. ഞാൻ എക്സാം എഴുതി. റിസൾട്ട് വന്ന ദിവസമായി. എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാൻ പാസ്സാവുമെന്ന്. റിസൾട്ട് എല്ലാവരും റിസൾട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തോക്കാനാ ചാൻസ്, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. റിസൾട്ട് നോക്കി. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് പാസ്സായി. ഇതിലെ ഞാനൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ പഠിച്ചതിൽ ഒന്നും പഠിക്കാണ്ട് എഴുതിയ ഒരു എക്സാമാണ്. എൻ്റെ മെറിറ്റായിട്ട് ഒന്നുമില്ല, ഫുൾ കൃപയാണ് അതിൽ വന്നേക്കുന്നത്, ഫുൾ ഗ്രേസാണ് വന്നേക്കുന്നത് ആ എക്സാമിൽ. പിന്നെ അതുപോലെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ഡ്രൈവ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാർ ഓടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഓടിക്കും. പക്ഷേ ടെസ്റ്റിൻ്റെ സമയത്ത് എനിക്ക് കാറിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല വഴുക്ക് കിട്ടു. എൻ്റെ കമ്പി ഞാൻ താഴെ ഇട്ടായിരുന്നു ലൈസൻസിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞ് 3ാമത്തെ ലാസ്റ്റ് തവണയാണ്. അപ്പോൾ പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ കാറിൻ്റെ അകത്തേക്ക് പ്രാർത്ഥിച്ച് കാറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രയും തേള മാതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാൻ എത്രയും തേള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി എച്ചെടുത്തു. അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. റോഡ് ടെസ്റ്റും എനിക്ക് യു-ടേൺ എടുക്കാൻ നല്ല പേടിയായിരുന്നു. യു-ടേൺ എടുക്കുന്ന സമയത്ത് എൻ്റെ അവിടെ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന ഓഫീസറെ എനിക്ക് യു-ടേൺ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു തന്നു. ശരിക്കും അവിടെ ഈശോയും മാതാവും എൻ്റെ കൂടെ ഇരുന്നാണ് എനിക്ക് ലൈസൻസ് തന്നത്. എനിക്കതിൽ നല്ല ബോധ്യമുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസത്തെ ഡെയിലി ബ്രെഡ് ഞാൻ കണ്ട് സ്റ്റാറ്റസ് ഇടും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ചൊവ്വാഴ്ചത്തെ ആരാധന ഞാൻ ലൈവായിട്ടാണ് കൂടാറ്. അപ്പോൾ ലൈവായിട്ട് കൂടി ഞാനത് ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കണതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം, പക്ഷെ ഇപ്പോൾ അതിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നീ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾ ഈ മെയ് മാസം ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ആരും ഇല്ലാത്ത ഒരാൾക്കാരെ നോക്കുന്ന ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടെ അവർ കുളിപ്പിക്കും, പിന്നെ അവർക്ക് ഫുഡിനുള്ള കാര്യങ്ങൾ അരിഞ്ഞു കൊടുക്കും, പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരോ, ഫുഡിന് വാങ്ങാൻ കാശ് തരുമോ, എങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ എല്ലാം ഉള്ളതുപോലെ ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് മാറ്റം വന്നേക്കെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും. പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഉപദ്രവിച്ച കുറേ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഇപ്പോൾ ഒരാളുടെ ബുദ്ധിമുട്ട് കേട്ട്, ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെങ്കിലും വഴി കേട്ടാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ
മന്ദിരത്തിൽ ഞാനും പോകും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോവുക. അവിടെ ചെന്ന് അമ്മമാരെ കുളിപ്പിച്ച് കൊടുക്കും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവിടെ ഭക്ഷണത്തിനൊക്കെ ചിലപ്പോൾ പലരും കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ഭക്ഷണങ്ങൾ നടക്കുക. അപ്പോൾ ചില സമയത്ത് അവർക്കൊന്നും ഉണ്ടാവാത്ത സമയമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളതുപോലെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ബ്ലഡ് നന്നായിട്ട് പോണ്, കൗണ്ട് കുറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ സിസ്റ്റർ ഒരു കപ്പങ്ങ കിട്ടിയിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് ആ കുട്ടിയുടെ കൗണ്ട് കൂടാൻ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ തണ്ണിമത്തങ്ങ കൊണ്ടുപോകാമെന്നായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ട, കപ്പങ്ങ കൊടുക്കാം എന്നോർത്തുകൊണ്ട് ഞങ്ങൾ കപ്പങ്ങ എടുത്തു. ഹസ്ബൻഡ് പറഞ്ഞു അവർക്ക് കപ്പങ്ങ നല്ല ഇഷ്ടമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കപ്പങ്ങയായിട്ടാണ് അന്ന് ചെല്ലണത്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇപ്പോൾ വിചാരിച്ചോളൂ ഒരു കപ്പങ്ങ വാങ്ങിച്ചെങ്കിൽ സന്തോഷയ്ക്ക് കൊടുക്കുമായിരുന്നു, ആ കുഞ്ഞിനെ അത് കൗണ്ടൊക്കെ കൂടാൻ നല്ലതായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ ആവശ്യമുള്ളതാണ് തരിക്കുക സിസ്റ്ററെ, അല്ലാണ്ട് ഞങ്ങളുടെ ഇഷ്ടമല്ലല്ലോ, ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ട് ഇത് തരാൻ തോന്നിച്ചെങ്കിൽ അത് ഇവിടുത്തെ ആവശ്യം ഈശോയ്ക്ക് അറിയായിരുന്നു, അതുകൊണ്ടാണ് മാറ്റി തരാൻ തോന്നിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ റേഷൻ കടയിലായാലും കുറേ പേർക്ക് BPL ലിസ്റ്റ് ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അവർക്ക് അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്താൽ അതായി കിട്ടുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലർക്ക് അതിൽ പെൻഷൻ വാങ്ങിച്ചിരുന്ന ആൾക്കാർ, സർക്കാർ പെൻഷൻ വാങ്ങിച്ചിരുന്ന ആൾക്കാരുള്ളത് കൊണ്ട് അത് കിടക്കണ്ടാവും. പക്ഷേ അവർ മരിച്ചു പോയിട്ടുണ്ടാകും, അവർക്ക് വരുമാനം ഉണ്ടാവില്ല, അവരുടെ ലിസ്റ്റ് ഭയങ്കര താഴെയായിരിക്കും. പക്ഷേ അവർക്കത് മാറ്റി എങ്ങനെ അത് ലിസ്റ്റിലേക്ക് പെടാം എന്നറിയാൻ പാടില്ലാത്തവരായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കും അവനുള്ള ലിസ്റ്റിലേക്ക് പെടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാവാമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് പലരും ഇപ്പം ഞങ്ങൾ ഇത് ഏറ്റെടുത്തതിന് ശേഷം തന്നെ കുറേ പേർക്ക് ഇപ്പോൾ BPLൻ്റെ കാർഡ് കിട്ടാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. അതുപോലെ പത്രം കൊടുക്കണത് ഞങ്ങൾ ഇപ്പോൾ കൃത്യമായ ഒരു സ്ഥലത്തൊന്നല്ല കൊടുക്കുക. ഞാൻ കുറച്ച് പത്രം കൊണ്ടുപോയി കടയിൽ വെക്കും. ഞാൻ പത്രം എടുത്ത് കൈ പിടിക്കുമ്പോൾ തന്നെ ഈശോനോട് പറയും, അമ്മേ ഞാനിത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് അമ്മ ആഗ്രഹിക്കേണ്ട അവർക്ക് മാത്രം കൊടുപ്പിച്ചാൽ മതി കേട്ടോ, അല്ലാണ്ട് വന്നവർക്കൊക്കെ കൊടുക്കാൻ എന്നോട് തോന്നിപ്പിക്കരുത് കേട്ടോ എന്ന് പറയും. അതനുസരിച്ച് അത്യാവശ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നണവർക്ക് ഞാൻ പറയും ഒരു പത്രം കൊണ്ടുപോയി വായിച്ചു നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പത്രം കൊടുക്കും. ബാക്കി വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പത്രവിതരണം നടക്കുന്നത്. അത് ഈശോയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കതൊരു നല്ല അനുഭവമായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഓട്ടോറിക്ഷക്കാർക്ക്, തൊട്ടടുത്തുള്ള കടക്കാർക്ക്, അവർക്കൊക്കെയാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. അതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യമായാലും ഞാൻ മുൻപായാലും എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ എനിക്കൊരു ദിവസം എവിടെയെങ്കിലും യാത്ര പോകണം, അന്ന് പോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ അന്ന് മുടക്കണ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് തോന്നിയാൽ ഞാൻ അന്ന് മറ്റേതിടവകയില എനിക്ക് ആ നേരത്ത് കുർബാന കിട്ടുക എന്ന് ഞാൻ കണ്ടുപിടിച്ച് അവിടെ പോയി കുർബാന കണ്ടിട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ ആ പോയി വരുമ്പോൾ എവിടെ എനിക്ക് കുർബാന മുടങ്ങാതെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഞാൻ കുർബാനയിൽ പങ്കെടുക്കണ ഒരു രീതിയായിട്ട് മാറ്റാൻ എനിക്ക് പറ്റി. അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കും ഞാനത് നന്നായിട്ട് തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ അവർ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി നിർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആയപ്പോൾ എനിക്ക് അവരെങ്ങനെ പറഞ്ഞാലും അത്ര ദേഷ്യം വരാണ്ട് തന്നെ കുറേ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഉപദ്രവിക്കാനോട് ഒരു ഉപാധിയില്ലാണ്ട് തന്നെ ക്ഷമിക്കാനും എനിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വളരാനായിട്ട് ഈശോ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് അമ്മയുടെയും ഈശോയുടെയും പ്രത്യേകം അനുഗ്രഹം കൊണ്ടും അവർ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് പറ്റിയ ഒരു കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ഈശോയും അമ്മയും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ഞങ്ങൾ ഈശോയിൽ നിന്ന് ഒട്ടും അകന്നു പോകാതെ തന്നെ കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റിയതിനെ ഓർത്ത് പ്രത്യേകം ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ പേര് സൗമ്യ. ഞങ്ങൾ ന്യൂസിലാൻഡിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് ലിജോ ജോയ്, മക്കൾ ഇമ്മാനുവൽ ആൻഡ് ഓസ്റ്റിൻ ലിജോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ബഹ്റിനിൽ സെറ്റിൽഡായിരുന്നു.
അവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ കുറേ നാളുകളായിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ നടക്കുമെന്നോ അതെന്നെക്കൊണ്ടാവുമെന്നോ ഒന്നും ഞാൻ കരുതിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, സൗമ്യ, നീ ഒരു കാര്യം ചെയ്യേ, മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഉടമ്പടി എടുക്ക്. ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യങ്ങളും നീ വിചാരിക്കുന്നതിനപ്പുറം മാതാവ് നിനക്ക് സാധിച്ചു തരും. അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2022 ഒക്ടോബർ മാസം ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ നിയോഗം സമർപ്പിച്ചു, അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ന്യൂസിലൻഡിനോ ഓസ്ട്രേലിയയ്ക്കോ ഒന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ അത് സാധിച്ചു തരണം. ഞങ്ങൾക്കിപ്പം ജോലിയുണ്ട്, ജോലി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്നിരുന്നാലും ഒരാഗ്രഹം. അത് നല്ലതിനാണോ എന്നെനിക്കറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് പോയി ഞാൻ IELTS പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ബിക്കോസ് ഡ്യൂട്ടി മാറ്റാൻ പറ്റത്തില്ല, നമുക്ക് ലീവ് കിട്ടത്തില്ല. അപ്പം ചെറുതായിട്ട് ഞാൻ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്വയം പ്രിപ്പയർ ചെയ്ത് എഴുതാൻ തുടങ്ങി. പല പ്രാവശ്യങ്ങളായിട്ട് എഴുതി. ഒന്ന് പോകുമ്പോൾ ഒന്ന് കിട്ടില്ല, ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് കിട്ടില്ല. അങ്ങനെ എല്ലാ പ്രാവശ്യവും ഓരോന്ന് പോയിക്കൊണ്ടിരുന്നു. ഞാൻ മാതാവിനോട് ചോദിച്ചപ്പം ഇത് പോകണ്ടായിരിക്കുമല്ലേ, അങ്ങനെ ആയിരിക്കും മാതാവിൻ്റെ ആഗ്രഹമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബൈബിൾ തുറന്ന് വായിക്കുമ്പം നമുക്കൊരു വെളിപാട് പോലെ ഒരു തോന്നലുണ്ടായി. ഇല്ല, നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാം, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും പറഞ്ഞു, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, അങ്ങനെയാണെങ്കിൽ മാതാവിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിനും അപ്ലൈ ചെയ്തു. അപ്പോൾ ആങ്ങളെ ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് വരിക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അവർ പറഞ്ഞു, സൗമ്യ, നീ ന്യൂസിലൻഡിന് പോണേക്കായും ബെറ്റർ ഇങ്ങടേക്ക് വരുന്നതല്ലേ, നമ്മളെല്ലാവരും ഇവിടെയല്ലേ, അപ്പം നമുക്ക് നീ ഇവിടെ ആയിരിക്കുന്നതല്ലേ നല്ലത് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എന്നിരുന്നാലും ഞാൻ 2 സ്ഥലത്തേക്കും അപ്ലൈ ചെയ്തു. അപ്പം ഏത് സ്ഥലത്തേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻ കാരണം അവരുടെ സമ്മർദ്ദം ഓസ്ട്രേലിയക്ക് ചെല്ലാനും എനിക്കറിയില്ല എവിടേക്ക് പോകണമെന്നുള്ളതും എവിടേക്ക് പോയാലാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാക്കി. അങ്ങനെ ഇരിക്കെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ ഈശോ എന്നോട് സംസാരിച്ചു, നിനക്ക് ആദ്യം ഏതാണോ കിട്ടുന്നത് ആ രാജ്യത്തേക്ക് പോവുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ന്യൂസിലൻഡിലേക്ക് ആദ്യമായിട്ട് അഡ്മിഷൻ വന്നു. അപ്പോൾ അതൊരു 3 വർഷത്തെ കോഴ്സിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഏജൻസി എന്നോട് പറയുകയുണ്ടായി, സൗമ്യ, നീ ഇത്രയും കോഴ്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മേ ബി ഒരു 2 വർഷമാക്കി കുറച്ച് തന്നേക്കാം, അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കരുത് എന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-20 വർഷമായി പഠനം നിർത്തിയിട്ട് അപ്പം ജോലി തന്നെ ആയിരുന്നു. അതും ഒരു സെക്ഷനിൽ, ബയോകെമിസ്ട്രി എന്ന സെക്ഷനിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പല സെക്ഷനുകളെക്കുറിച്ച് ഇനി പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതും വെറും 9 മാസം മാത്രം ഞാൻ ചെയ്താൽ മതി എന്നുള്ള കോഴ്സ്. അപ്പോൾ ആ 3 വർഷത്തെ കോഴ്സ് 9 മാസത്തേക്കായി മാതാവ് എനിക്ക് ചുരുക്കി തന്നു. അങ്ങനെ ഞാൻ 9 മാസത്തേക്ക് കോഴ്സിന് പോകാനുള്ള പ്ലാനെല്ലാം, തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസത്തിൽ 2023 ഒക്ടോബർ മാസം വീണ്ടും വരികയുണ്ടായി. ജപമാല റാലിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ഈശോയെ, മാതാവേ, ഞങ്ങൾ ന്യൂസിലൻഡിന് പോകുന്നത് ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണ്, അതും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഒരു ജോലി കളഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാം, ഈശോയെ നീ അതൊന്ന് ഈസി ആക്കി തന്നേക്കണേ അമ്മേ മാതാവേ എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ ജപമാലയിൽ റാലിയിൽ പങ്കെടുത്ത് തിരിച്ച് ഞങ്ങൾ ബഹ്റിനിലേക്ക് പോയി റെസിഗ്നേഷൻ വെച്ചു. എല്ലാം മാതാവിൻ്റെ സംരക്ഷണം എന്ന് പറയണം. എല്ലാം മാതാവ് എനിക്ക് കോഴ്സിന് പോകാനുള്ള ധൈര്യം തന്ന് മാതാവ് എന്നെ പറഞ്ഞയച്ചു. മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഞാൻ വിചാരിച്ചു, കല്യാണം കഴിഞ്ഞതിൽ പിന്നെ കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിനുശേഷം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു പ്രാവശ്യം പോലും അതിനൊരു ട്രയൽ നടത്തിയിട്ടില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ന്യൂസിലൻഡ് വരെ എത്തുമോ സൗമ്യ? അമ്മച്ചി, ഞാൻ മാതാവിനെ ഏൽപ്പിച്ചേക്കാം, നീ ഒരു കാര്യം ചെയ്യും, അമ്മച്ചി മാതാവിന്
മാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ജോലി റിസൈൻ ചെയ്താൽ പോകുന്നതെന്നോ ഞാനൊരു പഠിക്കാൻ പോകുന്നതെന്നോ ഉള്ളൊരു ആശങ്ക പോലും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ കൈ പിടിച്ച് തുള്ളിച്ചാടി ഓടിപ്പോകുന്നത് പോലെയാണ് ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ ചെന്നു, കോഴ്സ് തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡും മക്കൾക്കും അങ്ങോട്ടേക്ക് വരാൻ പറ്റി. അതുകൂടാതെ കോഴ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഞാൻ രജിസ്ട്രേഷനുള്ള പേപ്പറുകൾ ഓരോന്നോരോന്നായി അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ 2.5 മാസത്തോളം എടുത്താണ് ഞാൻ ഓരോ പേപ്പറുകളായിട്ട് അടുക്കി ഓരോന്നും ടിക്ക് ചെയ്ത് എല്ലാം റെഡിയായെന്ന് ഉറപ്പ് വരുത്തി ഞാൻ സബ്മിഷന് വെക്കുവാണ്. അപ്പം സബ്മിഷന് വെക്കുമ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനോടും പറഞ്ഞു, എടി അനു, ഇനി ഒരു പേപ്പർ കൂടി എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, എനിക്കറിയില്ല. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞത്, ചേച്ചി മെഡിക്കൽ സയൻസ് കൗൺസിൽ എന്തായാലും നമ്മളോട് ഒരു എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും. ചേച്ചി ഇങ്ങനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എന്തെങ്കിലും പേപ്പർ ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കണേ, എനിക്കത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കണമേ എന്ന് മാത്രം നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ സബ്മിറ്റ് ചെയ്തു. ഞാൻ സാറ്റർഡേ ആണ് സബ്മിറ്റ് ചെയ്യുന്നത്, സാറ്റർഡേ ഈവനിങ്ങിൽ. എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മാത്രം ഉള്ളതുകൊണ്ടാണ്. എന്നേക്കായി മുമ്പ് സബ്മിറ്റ് ചെയ്തവർ 3 മാസം വെയിറ്റ് ചെയ്തു, അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല. ഞാൻ സാറ്റർഡേ സബ്മിറ്റ് ചെയ്തു. മൺഡേ ആണ് നെക്സ്റ്റ് വർക്കിംഗ് ഡേ 10 o'clock മുമ്പ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി. അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല. മാതാവ് ഇതെങ്ങനെ ചെയ്തു എനിക്ക് പോലും അറിയില്ല. അത് ഒരു പേപ്പർ പോലും എക്സ്ട്രാ ഡോക്യുമെൻ്റ് എന്നോട് ചോദിച്ചില്ല എന്നുള്ളതാണ് അടുത്ത അത്ഭുതം. എന്നേക്കായി മുമ്പ് അപ്ലൈ ചെയ്ത ഒരാൾക്ക് പോലും രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. അതും ഒരു ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷൻ ടെക്നോളജിസ്റ്റാണ്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ, അമ്മേ മാതാവ് എനിക്കൊരു ടെക്നീഷ്യനായിട്ടെങ്കിലും നിന്നാൽ മതി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ടെക്നോളജിസ്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇനി ടെക്നീഷ്യനായിട്ട് എന്നെ അങ്ങ് നിന്നേക്കാം, എനിക്കതൊന്നും കുഴപ്പമില്ല, ഇനി ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചാൽ മതി. അപ്പം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. ആദ്യത്തെ ജോലി കിട്ടി. അവർ വളരെ കുറച്ച് സാലറിയാണ് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്കത് കേട്ടപ്പോൾ വളരെ സങ്കടമായി. ഞാൻ പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആരോടും ആലോചനയൊന്നും ചെയ്തില്ല. അപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇതിന് ഇൻട്രസ്റ്റഡ് അല്ല, എനിക്ക് ഇത്രയും സാലറി പോരാ എന്ന്. അതിനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് പോലും എനിക്കറിയില്ല. അപ്പം എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നോട് ചോദിച്ചു, സൗമ്യ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാവരും ജോലിക്ക് വേണ്ടി ഇവിടെ സ്ട്രഗിൾ ചെയ്യുക, നിനക്കൊരെണ്ണം കിട്ടിയതല്ലേ, നീ അതെന്തിനാ കളഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ അപ്പോഴും ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മാതാവ് എനിക്കിതിന് നല്ലത് തരും എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എൻ്റെ എവിടെയിൽ നിന്നോ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. അവർ പറഞ്ഞ സാലറി എനിക്ക് തരുന്നു. ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് നല്ലൊരു ജോലി തന്നു. അതിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതും റെസിഡൻസിക്ക് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1 വർഷം മാത്രമാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് റെസിഡൻസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അപ്പം റെസിഡൻസിക്ക് മീറ്റ് ചെയ്യുന്ന സാലറി ഇല്ല. ഞാൻ വീണ്ടും പല സ്ഥലങ്ങളിലേക്കായി അപ്ലൈ ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, അവരും തരാനൊരു സാധ്യതയില്ല, തരുമോ, എനിക്ക് ഒരു ഉറപ്പുമില്ല, വേണ്ട ഡാഡി ഞാൻ പോകുന്നില്ല ഇൻ്റർവ്യൂവിന്. അപ്പം കൊച്ചിൻ്റെ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ആ പാരൻസ് മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യണ്ടേ, ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. അപ്പം ഓക്കെ, അന്ന് നീ അത് ക്യാൻസൽ ചെയ്തോ എന്ന് ഞാൻ പറയും. ഞാൻ ആ ഇൻ്റർവ്യൂ ക്യാൻസൽ ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു, സൗമ്യ നീ അത് ക്യാൻസൽ ചെയ്യരുതായിരുന്നു, നീ അതൊന്ന് എങ്ങനെയെങ്കിലും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അവരോട് ഒരു ചാൻസോടെ ചോദിച്ചു നോക്കുമെന്ന്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ മെയിൽ ചെയ്ത് നോക്കി, നിങ്ങൾ എനിക്ക് ഒരു ചാൻസോടെ തരാമോ, എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് ചെയ്ത ഉടനെ അവരെനിക്ക് വീണ്ടും
അവർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെനിക്ക് വീണ്ടും ഇൻ്റർവ്യൂ തന്നു. ഞാൻ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, അത് പാസ്സായി. അടുത്ത ഇൻ്റർവ്യൂവിന് വീണ്ടും വിളിച്ചു, ആ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ കൺസേൺ ഒന്ന് മാത്രമായിരുന്നു, റെസിഡൻസിക്കുള്ള സാലറി മീറ്റ് ചെയ്യാനുള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ കൃത്യമായിട്ട് ഇത്ര സാലറി വേണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ പറഞ്ഞു, സൗമ്യ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ചെയ്യണം, ആ എക്സാമിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നിനക്ക് ഈ സാലറി ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന്. ഞങ്ങളങ്ങനെ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് പ്രാക്ടിക്കൽ എക്സാം പോലെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവിടെ ചെന്നു, അവർ പ്രാക്ടിക്കൽ ഓരോരോ കാര്യങ്ങളായി ചോദിക്കാൻ തുടങ്ങി, മാറി മാറി ചോദിക്കാൻ തുടങ്ങി. അതും ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. അതൊരു റൂമിനകത്തല്ലായിരുന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റിനകത്തേക്ക്. അതിനുശേഷം അവരെനിക്കൊരു സ്ലൈഡ് തരികയായിരുന്നു. ആ സ്ലൈഡ് അപ്പം ഞാൻ ജസ്റ്റ് മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്തതേ ഉള്ളൂ. ആ അപ്പം തന്നെ അവരെന്നോട് ചോദിക്കുക, ഇതിലെന്താ നിനക്ക് കാണാൻ പറ്റുന്നത്, ഇത് എന്ത് അസുഖമാണ്? അപ്പം ഞാൻ പറഞ്ഞു, ലെറ്റ് മീ ഹാവ് എ ലുക്ക്, എനിക്കതൊന്ന് നോക്കട്ടെ, ഞാനൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് എനിക്കറിയത്തില്ല, ആ സ്ലൈഡ് കാണുന്ന ഉടനെ എനിക്ക് അതിൻ്റെ ആൻസർ, ഇത് എന്ത് അസുഖമാണ് ആ പേഷ്യൻറ്റിന്. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി എങ്കിലും തരാമോ? അവരൊരു ക്ലിനിക്കൽ ഹിസ്റ്ററി പോലും എന്നോട് പറഞ്ഞില്ല. അപ്പം ക്ലിനിക്കൽ ഹിസ്റ്ററി അവർ ജസ്റ്റ് എന്നോട് മാതാവ് ചോദിക്കാൻ പറയും, അതിൻ്റെ ക്ലിനിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് പറയാൻ. ഞാൻ ക്ലിനിക്കൽ ഹിസ്റ്ററി ഒന്ന് ചോദിച്ചു, എനിക്കറിയത്തില്ല. മാതാവ് എനിക്ക് ആ സ്ലൈഡിൻ്റെ ഉത്തരം പറഞ്ഞു തരികയായിരുന്നു. ഉത്തരം പറഞ്ഞു, അതിൻ്റെ ആൻസർ കറക്റ്റ്. അവരെന്നെ ഇൻ്റർവ്യൂ ഓക്കെ. അപ്പം തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ 2 ദിവസത്തിനകം അറിയിക്കാം സൗമ്യ എന്ന്. ഞാൻ 2 ദിവസത്തിനകം അവർ പറഞ്ഞു, സൗമ്യ ഞങ്ങൾ ഹാപ്പിയാണ്, നീ പറഞ്ഞ സാലറി നിനക്ക് ഞാൻ തരാം. ഞാൻ അങ്ങനെ ഇവിടെ റെസിഗ്നേഷൻ വെക്കുന്നു. റെസിഗ്നേഷൻ വെക്കുന്ന ഉടനെ അവരെന്നോട് പറയുക, അപ്പം തന്നെ എന്നോട് വിളിച്ചിട്ട് പറയുക, സൗമ്യ നിനക്ക് ഇപ്പം അവിടെ നിനക്ക് എന്ത് സാലറിയാണോ അവർ തരാൻ ഉദ്ദേശിക്കുന്നത്, നിനക്ക് ഞങ്ങൾ അത് ഇവിടെ തരാം, നീ ഇവിടെ നിന്ന് പോകണ്ട എന്ന്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിരുന്നു. കാര്യം 4.5 മണിക്കൂർ ഞങ്ങൾ ട്രാവൽ ചെയ്ത് മക്കളുടെ എല്ലാം സ്കൂളുകൾ മാറ്റണം, അത് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവാണ്. ഇതൊക്കെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈസിയായി, അവിടെ തന്നെ ജോലി ലഭിക്കുന്നു. അപ്പോഴേക്കും എനിക്ക് മെഡിക്കൽ സയൻസ് കൗൺസിലിൽ നിന്ന് എന്നോട് പറയുക, സൗമ്യ സയൻറ്റിസ്റ്റിൻ്റെ എക്സാം എഴുതാതെ നിനക്ക് രജിസ്ട്രേഷൻ തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ ടെക്നീഷ്യനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന്. അപ്പം എക്സാം 3 പ്രാവശ്യമാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 പ്രാവശ്യത്തിനകം ജയിക്കണം. അത് 3 പ്രാവശ്യം എക്സാം എഴുതുക എന്നുള്ളത് 1 വർഷത്തിനകം ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 8 hours ഡ്യൂട്ടിയാണ്, മക്കളെ നോക്കണം, ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല, ഞാനും മക്കളും മാത്രമായിട്ടാണ് ആ പുതിയ ജോലി സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം ഇതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെ ഞാൻ പാസ്സാവും? അതും ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ്, അതും ചെറിയ ബുക്സുകളല്ല, വലിയ കട്ടിയുള്ള ബുക്സുകൾ. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെയാണ് ഞാൻ പാസ്സാവുക? 20 വർഷമായിട്ട് ഞാൻ ബുക്ക് അടച്ചു വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്, അതും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ. ഇതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡിവിജ്വലായിട്ട് പാസ്സാവണം. അതെങ്ങനെ പാസ്സാവും? ഇതൊന്നും ഇനി നടക്കാൻ പോണില്ല, എനിക്ക് എന്തായാലും ടെക്നീഷ്യനായിട്ട് നിന്നാൽ മതി, ഇനി പറ്റത്തില്ല. അപ്പം എൻ്റെ വീട്ടുകാരപ്പം ഞാനും ആലോചിച്ചു, മാതാവിനോട് കൊടുക്കാം, മാതാവിനെ കൊടുത്തു കഴിഞ്ഞാൽ മാതാവ് അത് ഏറ്റെടുത്തോളും. അപ്പം ഞാൻ വീട്ടുകാരോടും പറഞ്ഞു. അപ്പം എന്നോടും പറഞ്ഞു, അവരെല്ലാവരും പറഞ്ഞു, സൗമ്യ നീ മാതാവിൽ ഉടമ്പടി എടുത്തേക്കുന്നതല്ലേ, പിന്നെ എന്തിനാ, നിൻ്റെ മാക്സിമം നീ ട്രൈ ചെയ്യൂ, പിന്നെ മാതാവിന് ഇഷ്ടമാണെങ്കിൽ തരട്ടെ. ഞാൻ മാതാവിനോട് ഇത്ര മാത്രമാണ് പറഞ്ഞത്, മാതാവേ ഞാൻ ടെക്നീഷ്യനായിട്ട് നിൽക്കാനും ഞാൻ ഹാപ്പിയാണ്, എനിക്കൊരു സന്തോഷക്കുറവുമില്ല. ഇനിയും സയൻറ്റിസ്റ്റായി എക്സാം എഴുതി പാസ്സായില്ലെങ്കിലും ഞാൻ സന്തോഷവതിയാണ്, നീ ഇത്രയും തന്നതിൽ ഞാൻ ധന്യാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്നത്. വീണ്ടും ഞാൻ പഠിക്കുന്നു, രാവും പകലും ഇല്ലാതെ പഠനവും ജോലിയായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴും ഞാൻ പാസ്സാവുമെന്ന് കരുതിയില്ല. മാതാവിനെ ഏൽപ്പിച്ചു, മാതാവിന് ഇഷ്ടമാണെങ്കിൽ തരട്ടെ. ഞാൻ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പോൾ കുറേ ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ കവർ ചെയ്ത് പോയി. അപ്പം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിക്കുക, ഇതെല്ലാം ഞാൻ വായിച്ച ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണല്ലോ, വായിക്കാത്ത ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊന്നും വന്നിട്ടില്ല. ഇത്ര ഈസി ആയിരുന്നു ഈ എക്സാം, ഞാൻ ഇതിനു വേണ്ടിയാണോ ഇത്രമാത്രം പ്രാർത്ഥിച്ചത് എന്നുള്ളൊരു അഹങ്കാരം എൻ്റെ മനസ്സിലേക്ക് കടന്നു കയറി ആ എക്സാമിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പം പിന്നിലേക്ക് വന്നപ്പം പിന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എക്സാം ആ ബുക്ക് വായിച്ചിട്ട് പോലും ഇല്ലാത്ത ബുക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു, ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ പാസ്സാവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പം റിസൾട്ട് വന്നപ്പം ഞാൻ പൊട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പം 1.25 ലക്ഷം രൂപയാണ് ആ ഒരു എക്സാം എഴുതുന്നതിന്. ആ 1.25 ലക്ഷം രൂപ അങ്ങനെ
തന്നെ പോയി. അപ്പം വീണ്ടും എക്സാം എഴുതണം. അതും 2 മാസത്തിനുള്ളിൽ അടുത്ത എക്സാം എഴുതിയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ആ വർഷത്തിൻ്റെ അവസാനമേ ഉള്ളൂ എക്സാം. അപ്പം ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പം രണ്ടാമത് എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ എക്സാമിൻ്റെ അത്രയും പോലും ഈസി അല്ലായിരുന്നു. വളരെ വളരെ ഡിഫിക്കൽട്ട്. എഴുതി കഴിഞ്ഞപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇതെനിക്കുള്ളതല്ല, ഞാൻ ടെക്നീഷ്യനായിട്ട് തന്നെ നിൽക്കാനാണ് എൻ്റെ മാതാവിന് ആഗ്രഹം. അതുകൊണ്ട് ഞാനിതിൽ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമില്ല, ഇനി എക്സാം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ടെക്നീഷ്യനായിട്ട് തന്നെ റെസിഡൻസിക്കുള്ള സാലറി എല്ലാം മീറ്റ് ചെയ്തു. റെസിഡൻസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി ഒരു ഉയർച്ച അതൊന്നും കുഴപ്പമില്ല, ഇത് മതി, ഉയർന്നതൊക്കെ ഇത്രയും മതി എന്നോർത്ത് ഞാൻ സന്തോഷവതിയായിട്ട് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കിയതുപോലും ഇല്ല. എന്തെങ്കിലും വരട്ടെ, വന്നാലും നോക്കാനൊന്നും ഇല്ലല്ലോ, തോറ്റുവല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എക്സാമിൻ്റെ അതാ ക്വസ്റ്റ്യൻസ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോലും അതിലുണ്ടായിരുന്നില്ല. 2 വരികൾക്കിടയിലൂടെ വന്ന ക്വസ്റ്റ്യൻ എന്ന് വേണം പറയാൻ. അപ്പം ആ എക്സാം റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സായി. അങ്ങനെ മെഡിക്കൽ ലബോറട്ടറി സയൻറ്റിസ്റ്റിൻ്റെ രജിസ്ട്രേഷനും എനിക്ക് കിട്ടി. പിന്നെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തു. എല്ലാ പേപ്പേഴ്സും ഞങ്ങൾക്കറിയില്ല, എത്രയോ പെട്ടെന്ന് പെടപെടാന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നിനും ഒരു ഡിലേ വരാതെ അങ്ങനെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തു. 2 മാസം കൊണ്ട്, ഞങ്ങളുടെ ഏപ്രിലായിരുന്നു വിസ തീരുന്നത്. ഏപ്രിൽ 3-ാം തീയതി വിസ തീരുന്നു. ഫെബ്രുവരി 23-ന് ഞങ്ങൾക്ക് റെസിഡൻസ് ലഭിക്കുന്നു. ഇത് മാതാവിൻ്റെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ എക്സാമിനായാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും റെസിഡൻസിക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോഴായാലും എന്തിനായാലും നേർച്ച വസ്തുക്കൾ ഞാൻ എക്സാം എഴുതുമ്പം ഉപ്പ് ചുറ്റിനും വിതറി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതുപോലെ വിശുദ്ധ തൈലം കണ്ണിലും ചെവിയിലും ചുണ്ടത്തും ഒക്കെ പെരട്ടി, അതായത് കണ്ണുകൊണ്ട് കാണുന്നതും വായിക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും ഞാൻ അവിടെ ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളില്ലാതെ ഒരു കാര്യത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിൽ ഞങ്ങൾ പണ്ടേ മുതൽ പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിലുള്ളതാണ്. എന്നിരുന്നാലും ഈ ഉടമ്പടിയിൽ ആയതിൽ പിന്നെ കുമ്പസാരം വിശുദ്ധ കുർബാനയൊന്നും മുടങ്ങാതെ കാണണം എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉടമ്പടിയിലായതിൽ പിന്നെ അതിൻ്റെ പ്രാധാന്യം എന്തെന്നുകൂടി അമ്മ മാതാവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവനും എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാനും ഒരു ദിവസം എന്താ പറയുക, ഒരു ദിവസം പോലും സന്ധ്യപ്രാർത്ഥന മുടങ്ങാതെ ഞങ്ങൾക്ക് ചെല്ലുവാനും ബൈബിൾ വായിക്കാൻ, ഞാനിപ്പോൾ 2 പ്രാവശ്യം ബൈബിൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഉടമ്പടി. അതിനു മുമ്പൊന്നും ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം പോലും ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊന്ന് അപ്പോൾ സന്ധ്യപ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ഒന്ന് ബൈബിൾ വായിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പും ബൈബിൾ എടുത്ത് വായിച്ചിട്ട്, ഒരു പ്രാവശ്യം വായിച്ചിട്ട് അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത് വരെ ആ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എവിടെയാണോ ഉത്തരം കിട്ടുന്നതെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആ ബൈബിൾ വായന നിർത്തുന്നത്. അതുപോലെ കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ, ഞങ്ങൾ അറിയാവുന്ന ആളുകളൊന്നുമല്ല, അറിയാത്ത ആളുകൾ, എൻ്റെ ചേച്ചി സിസ്റ്ററാണ്, അവൾക്ക് ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും. അവൾ അത് ആർക്കൊക്കെയാണോ വേണ്ടത് ആ ആവശ്യക്കാർക്കെല്ലാം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തികൾ. പ്രാർത്ഥനാ ജീവിതം ഏറ്റവും ശക്തമാക്കാനും ദൈവത്തെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാനും ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തെ മുഴുവനും, എൻ്റെ മക്കളെ ആയാലും കൂടുതൽ വിശ്വാസത്തിലേക്ക് ഊട്ടിയുറപ്പിക്കുവാൻ ഈ സാക്ഷ്യം വഴി ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം തിരുവചനം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. ഈശോയെക്കുറിച്ച് കർത്താവിൻ്റെ സഹനദാസൻ എന്ന പ്രവചനമാണിത്. നാം ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്.
നമ്മളെല്ലാവരും ഉടമ്പടിയിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കണമെന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെയും ദൈവപിതാവിൻ്റെ വലിയ സ്വപ്നത്തെക്കുറിച്ച് ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൗമ്യ, നിജോ എന്ന ഇവരുടെ കുടുംബം മക്കളോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് അസാധ്യതകളുടെ ഒരു വലിയ ലിസ്റ്റ് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർക്ക് സാധ്യമായത്. അവർക്ക് ഈ സൗമ്യ വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നത്, ഞാനൊരു ലാബ് ടെക്നീഷ്യനായി ഒതുങ്ങിക്കൂടാം എന്ന് വിചാരിച്ച് ഉടമ്പടിയിൽ നിലനിൽക്കുന്നുവെങ്കിലും എൻ്റെ സ്റ്റാറ്റസിനെ, എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിനെ ഞാൻ ലോ ചെയ്ത് പരിശുദ്ധ അമ്മയെപ്പോലെ ആരും അറിയപ്പെടാതെ ജീവിക്കാം എന്നുള്ളൊരു നിലപാടിലൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് ദൈവപിതാവ് ആഗ്രഹിക്കുന്നൊരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. അവർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇന്ന് അവർക്ക് ന്യൂസിലൻഡിൽ രജിസ്ട്രേഷനും റെസിഡൻസും അതുപോലെ തന്നെ ലബോറട്ടറി എക്സാം പാസ്സായി ഒരു സയൻറ്റിസ്റ്റ് ആകാനുള്ള രജിസ്ട്രേഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് സൗമ്യ ഇവിടെ വന്ന് മക്കളോടും ജീവിത പങ്കാളിയോടും ഒപ്പം വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അതിനുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അവർ ഏറ്റു പറയുകയായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും പല കാര്യങ്ങളും സൗമ്യ ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അവർ കാറിൽ സഞ്ചരിക്കുമ്പോഴും ഹസ്ബൻഡ് വീട്ടിലില്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ഓൺലൈനിൽ അല്ലെങ്കിൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നിച്ചായിരിക്കാനുള്ള ഞങ്ങളുടെ വലിയ തീക്ഷ്ണതയും തീവ്രതയും ഞങ്ങളെപ്പോഴും സാധ്യമാക്കുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള കൂടിച്ചേർന്ന് അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും ഒന്നാണ്. കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. യേശുവിനെ സ്വന്തമാക്കുക എന്നതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠമായ സ്വാർത്ഥത ഈ ലോകത്തിലില്ല. അതാണ് ഈ കുടുംബം ഇന്ന് ഉറ്റുനോക്കുന്നത്. അവർ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ അവരുടെ കുടുംബത്തെയും തലമുറയെയും എല്ലാം അതിന് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഈശോയ്ക്ക് എപ്പോഴും നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജീവിക്കുവാൻ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താലും അവരുടെ സമയച്ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. 3 വർഷക്കാലം എടുക്കേണ്ടിയിരുന്ന ഒരു കോഴ്സിനെ 9 മാസം കൊണ്ടാണ് പരിശുദ്ധ അമ്മ അവരെ എയർലിഫ്റ്റിലേക്ക് കടത്തി വളരെ സാധ്യതകളുടെ ഒരു ലോകം അവസരം അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഏറ്റുപറയുന്നു. സൗമ്യ, നിജോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും ജീവിത പ്രതിസന്ധികളെയും അവരുടെ കോഴ്സുകളെയും അവരുടെ ഡോക്യുമെൻറ്റ്സിനെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.